നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ഏകദേശം ഒരു 18 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതൊരു നൈറ്റ് സ്റ്റഡി സെഷനാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 10-10:30 ആയപ്പോഴത്തേക്കും കുഞ്ഞുറങ്ങി. ഒരു 11 മണിയായപ്പോഴാണ് ഞാൻ പഠിക്കാനായിട്ടിരുന്നത്. അപ്പം ഇത് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സാണ്. ഞാൻ പകൽ വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, എൻ്റെ സ്വന്തം വീട്ടിൽ. അപ്പം എൻ്റെ മദറിൻലോ അമ്മ കുഞ്ഞിനെ നോക്കി തരും. അപ്പം ഞാൻ കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിരുന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് എഴുതാൻ സമയം കിട്ടുന്നുണ്ട്. ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് പറ്റുന്ന അത്രയും മാക്സിമം ഷോർട്ട് നോട്ട്സ് ആയിട്ട്, അതായത് എത്രയും വേഗം റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ നോട്ട്സാണ് ഞാനിപ്പം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി, പിന്നെ എക്കണോമിക്സ്, കമ്പ്യൂട്ടർ, ഇത്രയും ഏരിയാസാണ് ഇപ്പം ബേസിക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടൈമിനുള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഹിസ്റ്ററി പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, 2 ടോപ്പിക്സ് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈഡാണ്. സോ ഈ ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ എനിക്കിത് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വളരെ സെലക്റ്റീവായിട്ടാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനാണ്. അപ്പം ഏകദേശം നോട്ട്സൊക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ടോപ്പിക്സിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സാണ് പകൽ സമയത്ത് സമയം കിട്ടുന്ന സമയത്തെല്ലാം മാത്സ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ബിക്കോസ് 20 മാർക്കിന് മാത്സ് ഉണ്ട്, 20 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്, 10 മാർക്കിന്. അപ്പം 50 മാർക്ക് നുള്ളത് നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ബാക്കി GKയും കൂടെ കുറച്ച് നോക്കിയാൽ നമുക്ക് പ്രിലിംസ് കടക്കാൻ പറ്റും. മെയിൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, പ്രിലിംസ് കടക്കാൻ പറ്റും. കാരണം ഏത് യൂട്യൂബ് ചാനൽ നമ്മൾ എടുത്ത് നോക്കിയാലും എന്തെങ്കിലും സ്ട്രാറ്റജി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഇതാണ്. അല്ലെങ്കിൽ ടോപ്പേഴ്സിൻ്റെ ഏതെങ്കിലും ടോക്ക് എടുത്ത് നോക്കിയാലും നമ്മൾ കാണുന്ന ഇതാണ്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ നന്നായിട്ട് പഠിക്കുകയും പിന്നെ കുറച്ച് GK നമ്മുടെ കയ്യിൽ വേണം. അതായത് നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ടോപ്പിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കമ്പ്യൂട്ടർ, അങ്ങനെ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാർക്ക് കിട്ടും. ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിക്കാനിരുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് വൈഡാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ചോദിക്കും, നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര ടോപ്പിക്സേ ഉള്ളൂ, ഇതിൽ നിന്ന് ചോദിക്കും. അതായത് അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്സ് വരെയുണ്ട്. അപ്പം അത് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം ആ ഒരു ഏരിയ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ഒരു സെഷനാണ്. അതായത് ഞാൻ പകൽ ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെഷനാണ്. ഇതിപ്പം ഞാൻ കേരള ഹിസ്റ്ററിയുടെ നോട്ട്സാണ്. അപ്പം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് രാജാക്കന്മാർ നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അറിയില്ല. അപ്പം ആ ഒരു ഏരിയ എന്തായാലും രാജാക്കന്മാരും നവോത്ഥാനവും പിന്നെ കുറച്ച് ഏരിയാസേ ഉള്ളൂ, യൂറോപ്യൻ ആഗ്രഹം. ഈ ഒരു ഏരിയാസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നൊക്കെ അല്ലേ ചോദിക്കൂ. കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ള ഏരിയാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയാസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ദിവസം ഒരു 2 രാജാക്കന്മാർ വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് പഠിച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, റിവിഷൻ ഞാനൊരു പെർഫെക്റ്റ് ഒരു പ്രൊഡക്ടിവിറ്റി വ്ളോഗ് ഒന്നുമല്ല. കാരണം എൻ്റെ സമയത്തിനനുസരിച്ച് അതിൻ്റെ കൂടെ എൻ്റെ കുറേ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് എല്ലാം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തിട്ടില്ല. കാരണം ഞാനിത് നേരത്തെ പഠിച്ചതാണ്. അപ്പം ഞാൻ റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് വീണ്ടും അത് പഠിക്കുമ്പോൾ ശരിയാകുന്നില്ല. അപ്പം എനിക്ക് വീഡിയോ കാണുന്ന പറയാനുള്ളത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. ഇന്ന് പഠിച്ചെങ്കിൽ നാളെ ഒന്ന് റിവിഷൻ ചെയ്യുക, അതിനുശേഷമുള്ള ദിവസം ഒന്ന് റിവിഷൻ ചെയ്യുക, ആ ആഴ്ചയിൽ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക, ആ മാസത്തിൽ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ചതിന് ഇതുള്ളൂ. എൻ്റെ ഓർമ്മശക്തി വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലർക്ക് അല്ലാതെ പറ്റുമായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.